നമശിവായ. നമസ്കാരം. ഇന്ദിരാനന്ദം ബ്രഹ്മാനന്ദത്തിൻ്റെ പ്രഭാത വന്ദനം. ഈക്ഷിത സൃഷ്ടിവിധായക ഓം. ഓം എന്ന പ്രണവമന്ത്രത്തിൻ്റെ മറ്റൊരു സവിശേഷതയായ വരികളാണ് ഞാനിപ്പോൾ ആലപിച്ചത്. ഈക്ഷിത സൃഷ്ടി വിധായക ഓം. ഈ ക്ഷണം കൊണ്ട് ഈശ്വരൻ്റെ സത്യസങ്കല്പം കൊണ്ട് സൃഷ്ടി നടത്തുന്നതും പ്രണവമാകുന്നു. ഈ ലോകത്തുള്ള സർവ്വചരാചരങ്ങളെയും സൃഷ്ടിക്കുന്നതിന് കാരണഭൂതമാകുന്നത് പ്രണവമാകുന്നു, ഓംകാരമാകുന്നു, പ്രണവമന്ത്രമാകുന്നു എന്നാണ് ഈ വരികളുടെ ഈ സവിശേഷത. ഓമിൻ്റെ, പ്രണവമന്ത്രത്തിൻ്റെ, ഓംകാരത്തിൻ്റെ ഈ സവിശേഷത. ബ്രഹ്മാനന്ദം പരമസുഖം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധി സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം ഗുരുപാദം തം നമാമി. ജ്ഞാനപാനാമൃതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നാം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ജ്ഞാനപാനാമൃതം പറഞ്ഞ് അവസാനിപ്പിച്ചത് കർമ്മങ്ങളെക്കുറിച്ചാണ്. കർമ്മങ്ങളുടെ സാരം, കർമ്മം ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത, കർമ്മം എങ്ങനെയൊക്കെയുള്ള കർമ്മങ്ങളാണ്, കർമ്മത്തിൻ്റെ ഫലം എങ്ങനെ വരുന്നു, സൽക്കർമ്മം ചെയ്യുന്നതിൻ്റെ ഫലം എങ്ങനെ വരുന്നു എന്നൊക്കെയാണ് നാം പറഞ്ഞത്. ചുരുക്കി പറഞ്ഞാൽ, നാം ജീവന്മാർക്ക് കർമ്മം ചെയ്യാൻ കഴിയുന്നത് ഒരു ദേഹം സ്വീകരിച്ച് ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ മാത്രമാണ്. ഇതാണ് നാം അവസാനമായി പറഞ്ഞത്. മരിച്ച ജീവൻ പരലോകത്ത് എത്തിയാൽ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കുന്നു. യാത്രക്കാരൻ കൊണ്ടുപോകുന്ന ധനത്തിനോടാണ് കർമ്മഫലത്തെ അന്ന് ഉപമിച്ചിരുന്നത്. അതിനെ തുടർന്ന് വരുന്ന കർമ്മത്തിനെ പറ്റി തന്നെ പറയുന്ന വരികൾ നമുക്ക് ശ്രദ്ധിക്കാം. കർമ്മങ്ങൾക്കു വിള ഭൂമിയാകിയ ജന്മദേശമി ഭൂമി അറിഞ്ഞാലും കർമ്മനാശം വരുത്തേണമെങ്കിലും ചെമ്മേ മറ്റെങ്ങും സാധിയ നിർണയം. ഇതിൻ്റെ അർത്ഥം കർമ്മങ്ങളുടെ ഉത്ഭവസ്ഥാനം ഭൂമി മാത്രമാണ്. കഴിഞ്ഞ ശ്ലോകങ്ങളിൽ പറഞ്ഞത് തന്നെയാണ് പറയുന്നത്, അതിൻ്റെ തുടർച്ചയാണ്. കർമ്മങ്ങൾ ഭൂമിയിൽ ഒരു ജീവാത്മാവിന് ഭൂമിയിൽ വെച്ച് മാത്രമേ കർമ്മങ്ങൾ ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ ബാക്കിയായിട്ട് തന്നെയാണ് പറയുന്നത്. കർമ്മങ്ങളുടെ ഉത്ഭവസ്ഥാനം ഭൂമി മാത്രമാണ്. കർമ്മനാശം വരുത്തണമെങ്കിലും ഭൂമിയിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. കർമ്മം ചെയ്യാനും കർമ്മനാശം വരുത്തുവാനും ഭൂമിയിൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്തു വരുന്നതെല്ലാം കർമ്മങ്ങളാണ്. സൽക്കർമ്മങ്ങളായാലും ദുഷ്കർമ്മങ്ങളായാലും ആ കർമ്മങ്ങൾ ചെയ്യുന്നതിൽ നാം ഒരു കർമ്മം ചെയ്താൽ നിഷ്കാമകർമ്മമായി ചെയ്യുക. യാതൊരു ലാഭേച്ഛയും ഇല്ലാതെ ഒരു കർമ്മം ചെയ്യുമ്പോൾ ത്രികാലജ്ഞാനികളായ യോഗിവര്യന്മാരുടെ ജീവിതം അങ്ങനെയാണ്. അവർ ഒന്നും ആഗ്രഹിക്കാതെ ഭഗവത് സേവ ചെയ്യുന്നു. ആ കർമ്മമാണ് യഥാർത്ഥ കർമ്മം. കർമ്മമാണ് ഈശ്വരൻ എന്ന് പറയും. പ്രവൃത്തി, നമ്മുടെ പ്രവൃത്തി തന്നെയാണ് ഈശ്വരൻ. 100% നിഷ്കാമമായ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അതിനപ്പുറം മറ്റൊന്നുമില്ല. എൻ്റെ ഗുരുനാഥൻ പറയുന്നത്, കർമ്മങ്ങൾ കൊണ്ട് താൻ കർത്തവ്യം ചെയ്യണം, കർമ്മം താൻ മുക്തിക്ക് സദ്ഗുരുനാഥൻ,
കടമകൾ ചെയ്യാത്ത മർത്യന് പിന്നെയും കടമാണ് കടമയെന്ന് ഓർമ്മ വേണം. ഈ വരികളിൽ പൂർണ്ണമായും കർമ്മം എന്താണ് എന്നുള്ളത് അടങ്ങിയിട്ടുണ്ട് എന്നാണ് വിശ്വാസം. എല്ലാ മിത്രങ്ങൾക്കും എന്താണ് കർമ്മം, എങ്ങനെയാണ് കർമ്മം ചെയ്യേണ്ടത്, കർമ്മം ചെയ്താൽ എന്താണ് അതിൻ്റെ ഫലം, കർമ്മഫലം എന്നെല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഗുരു പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. ഏവർക്കും ശുഭസുദിനം. ഇനിയും ഇന്ദിരാനന്ദം ബ്രഹ്മാനന്ദം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത മിത്രങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. ശുഭസുദിനം.